ആത്മീയതയ്ക്ക് അതിർവരമ്പുകൾ വയ്ക്കുന്നവരാണ് അധികവും. ആരാധനയിലെ ആത്മീയത മതി, അല്ലാത്തപ്പോൾ സൗകര്യം പോലെ ആകാം എന്ന് ചിന്തിച്ചാൽ അത് വലിയ അപകടമാകുന്നു. ജീവസന്ദേശത്തിൻ്റെ വേദപഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏകദേശം 33.5 വയസ്സിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, ഞാൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി, അങ്ങ് എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണിത്. പലപ്പോഴും സമയത്തിൻ്റെ വിലയെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തവരാണ് നാം. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ആയുസ്സ് വളരെ ചുരുങ്ങിയതാണ്. അത് തക്കത്തിൽ വിനിയോഗിക്കുവാനാണ് ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിക്കുന്നത്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നുവെന്ന് യേശു പറഞ്ഞു. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവപൈതലായി തീർന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ നടപ്പ് എപ്രകാരമായിരിക്കണം എന്നത്രേ എഫേസ്യ ലേഖനം 4-ാം അധ്യായം മുതൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നടപ്പ് ഒത്തൊരുമയിൽ, സ്നേഹത്തിൽ, വിശുദ്ധിയിൽ, വെളിച്ചത്തിൽ, ജ്ഞാനത്തോടെ ആയിരിക്കണമെന്ന് ഇതുവരെ നാം കണ്ടു. ഇത് വളരെ വ്യക്തമായി പൗലോസ് പറഞ്ഞു. എന്നാൽ നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ട് ഇതൊന്നും സാധിച്ചിട്ടില്ല എന്ന് നമുക്കെല്ലാം അറിയാം. അതിന് പൗലോസ് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാകുവീൻ, അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് നടക്കാം എന്നത്രേ. പരിശുദ്ധാത്മ നിറവ് എന്തെന്നും അതിൻ്റെ അടയാളങ്ങൾ എന്തെന്നും നാം ഇതിനോടകം കണ്ടു. ഇന്ന് ആത്മനിറവിൻ്റെ ചില പ്രായോഗിക വശങ്ങളാണ് നാം കാണുവാൻ പോകുന്നത്. ഒന്നാമതായി, ആത്മനിറവ് പ്രാവർത്തികമാകേണ്ടത് സ്വന്തം ഭവനത്തിലാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22, 23, 24 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഈ കീഴടങ്ങുക എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രയോഗത്തെക്കുറിച്ച് ഞാൻ പഠിക്കുകയായിരുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇതുവരെ ചിന്തിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ചില അർത്ഥങ്ങൾ ഞാൻ പറയുന്നു എന്നതിനാൽ ചിലരെങ്കിലും പരിഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. കീഴടങ്ങുക എന്ന പദം ഭാര്യമാരുമായിട്ടുള്ള ബന്ധത്തിൽ പൊതുവെ വ്യാഖ്യാനിച്ച് കേൾക്കുന്നതിൽ നിന്നും അല്പം വ്യത്യാസമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഭാര്യയെ തങ്ങൾക്ക് തോന്നുന്നതെല്ലാം അനുസരിപ്പിക്കുവാൻ ഭർത്താവിന് കൊടുത്തിരിക്കുന്ന ഒരു വടിയായി ഈ വാക്യം ഉപയോഗിച്ചിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. കീഴടങ്ങുക എന്നാൽ അടിമയെപ്പോലെ ആയിരിക്കണം ഭാര്യ എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാർ ഏറെയാണ്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ എന്നല്ല, കീഴടങ്ങുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കീഴടങ്ങുക എന്നത് വളരെ മൃദുവായ, സ്നേഹനിർഭരമായ ഒരു വാക്ക് തന്നെയാണ്. ഇതൊരു മനോഹരമായ വാക്കാണ്. ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാരോട് കർത്താവിനെന്ന പോലെ പ്രതികരിക്കുവാൻ ഭാര്യമാരോട് പറഞ്ഞിരിക്കുകയാണ്. നാം എങ്ങനെയാണ് നമ്മുടെ കർത്താവിനോട് പ്രതികരിക്കുന്നത്? അവിടുന്ന് നമ്മെ ആദ്യം സ്നേഹിച്ചതിനാൽ നാമും അവനെ സ്നേഹിക്കുന്നു. ഓർക്കണം, ആദ്യം സ്നേഹിച്ചത് കർത്താവാണ്. അവൻ്റെ സ്നേഹത്തോട് നാം പ്രതികരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വേറൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളത്, നിങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് വളരെ വ്യക്തിപരവും സ്നേഹനിർഭരവുമായ ബന്ധമാണ് കീഴ്പ്പെടുന്നതിൻ്റെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ പൗലോസ് ഇവിടെ വളരെ വ്യക്തമായും ക്രിസ്തു വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച വ്യക്തികളോട് ക്രിസ്തീയ വിവാഹത്തെക്കുറിച്ചാണ്
പൗലോസ് സംസാരിക്കുന്നത്, ഭാര്യ ഭർത്തൃബന്ധത്തെക്കുറിച്ച്. അപ്പോൾ നമ്മിൽ ആർക്കൊക്കെയാണ് ഇത് പ്രയോജനപ്പെടുന്നത് എന്നാദ്യം ചിന്തിക്കണം. താങ്കൾ ഒരു ദൈവ പൈതലാകുന്നു എങ്കിൽ ഈ ഭാഗം താങ്കൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. ഈ ഭാര്യ ഭർത്തൃബന്ധത്തിൽ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുക്കേണ്ടത് ഭർത്താവാണ്. അത് ദൈവം വെച്ചിട്ടുള്ള ഒരു പ്രമാണമാണ്. അവൻ ഒരു കയ്യേറ്റക്കാരൻ തന്നെ ആയിരിക്കണം. ശാരീരികമായി അവനാണ് മുൻകൈ എടുക്കേണ്ടത്. സ്നേഹിക്കുന്നതിൽ മുൻകൈ എടുക്കേണ്ടത് ഭർത്താവാണ്. ഇതുവരെ ചിന്തിച്ചിരുന്നത് അങ്ങനെയല്ലല്ലേ? വീട്ടിലെ കാര്യങ്ങളിൽ മുൻകൈ എടുക്കേണ്ടത് ഭർത്താവാണ്. അവനായിരിക്കണം വീട് പുലർത്തേണ്ടത് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടുവരേണ്ടത് ഭർത്താവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ഭാര്യയ്ക്ക് ആജ്ഞകൾ കൊടുക്കുന്നൊരു കമാൻഡർ പോലെ ആകുവാൻ ദൈവം അധികാരപ്പെടുത്തി എന്ന് ചിന്തിക്കരുത്. ഒരു വിശ്വാസി ക്രിസ്തുവിനോട് പ്രതികരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിനോട് പ്രതികരിക്കേണ്ടതുണ്ട്. അതെ, സ്നേഹബന്ധത്തിൽ. ഒരിക്കൽ ഒരു ശ്രോതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ആകെ നിരാശനാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എന്തിന് ജീവിക്കണമെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകുന്നു, എൻ്റെ സ്വപ്നങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ എങ്ങും തൊടാതെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയോട് അയാളുടെ പ്രശ്നം തുറന്നു പറയുവാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് ഒന്നിനും ഒരു താല്പര്യമില്ല, അവൾക്ക് കഞ്ഞി വെക്കണം, പിള്ളേരെ നോക്കണം, ഇതൊക്കെ അല്ലാതെ എന്നെ ഒരു ശ്രദ്ധയുമില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ അവൾ എന്നാ കൊച്ചു കുട്ടിയാണോ? ഭാര്യയുടെ കുറവ് പറഞ്ഞു വന്ന ഈ സ്നേഹിതൻ വാസ്തവത്തിൽ ഭർത്താവ് എന്ന നിലയിൽ തൻ്റെ കഴിവില്ലായ്മ വിളിച്ചു പറയുകയായിരുന്നു എന്നോർത്തില്ല. ഭാര്യയിൽ നിന്നും അത്തരത്തിലൊരു പ്രതികരണം സമ്പാദിക്കുവാൻ മാത്രം കഴിവുള്ള ഒരു ഭർത്താവാണ് താനെന്ന് അവൻ എന്നോട് പറയുകയായിരുന്നു. ഞാൻ അയാളെ ശാന്തമാക്കിയിട്ട് ചോദിച്ചു, സ്നേഹിത, താങ്കളുടെ ഭാര്യയോട് തുറന്ന് സംസാരിച്ചിട്ട് എത്ര നാളായി? താങ്കളുടെ വികാരങ്ങളെക്കുറിച്ച് അവളോട് പറഞ്ഞിട്ടുണ്ടോ? അവരോട് സ്നേഹം കാണിക്കുവാൻ താങ്കൾ ഏറ്റവും ഒടുവിൽ എന്നാണ് സമയമെടുത്തത്? ഞാൻ ഒരു പടി കൂടി മുൻപോട്ട് കടന്നു ചോദിച്ചു, താങ്കളുടെ ഭാര്യയോട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എപ്പോഴാണ്? അതിനയാളുടെ മറുപടി, അതെന്തിനാ അതൊക്കെ പറയുന്നത്? അവൾക്കറിയില്ലേ എനിക്ക് അവളോട് സ്നേഹമുണ്ടെന്ന്? അവൾ അറിയേണ്ടതല്ലേ? എൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവൾക്കറിയാമല്ലോ. ഞാൻ സ്നേഹം കാണിക്കുവാൻ അവൾ എന്നാ കൊച്ചു കുട്ടിയാണോ? എനിക്ക് സ്നേഹമുണ്ട്. ഞാൻ പറഞ്ഞു, വരട്ടെ, താങ്കൾക്ക് ഭാര്യയോട് സ്നേഹമുണ്ടെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ടായിട്ട് പറഞ്ഞതല്ല. എന്നാൽ താങ്കൾ ആദ്യം അവളോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വരെ അവൾ അങ്ങനെ താങ്കളോട് പറയേണ്ടതില്ല. ആദ്യം പറയേണ്ടത് പുരുഷനാണ്. സ്ത്രീയെ ഒരിക്കലും ഒരു വസ്തുവായി കാണരുത്, ഒരു വ്യക്തിയായി അംഗീകരിക്കുക. ഇത് പഠിപ്പിക്കുവാനോ പ്രസംഗിക്കുവാനോ ആളില്ലാത്തതിനാൽ കുടുംബങ്ങൾ ഛിന്നഭിന്നമാകുന്നു. സ്ത്രീ പ്രതികരിക്കുന്ന ആളും പുരുഷൻ മുൻകൈയെടുക്കുന്ന ആളുമാകുന്നു. ഭാര്യയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അവൾക്ക് ഏറ്റവും താല്പര്യമുള്ള മുത്തയെന്നോ കരളയെന്നോ ചങ്കയെന്നോ ഒക്കെ പേര് വിളിച്ച് അവളെ ഇഷ്ടമാകുന്നു എന്ന് പറയുക. ഭർത്താവാണ് എന്ത് ചെയ്യണമെന്ന് അഭിപ്രായപ്പെടേണ്ടത്. അതിനോട് സമ്മതം മൂളേണ്ടത് ഭാര്യയും. എന്താണ് നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്ന് നാം മനസ്സിലാക്കണം. പണിയെടുപ്പിക്കുവാൻ മാത്രമുള്ള നേതൃത്വമാകുന്നുവോ? ഒരു താല്പര്യവുമില്ലാത്ത ഒരു ഭാര്യയാണ് എനിക്കുള്ളത് എന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ പാവം സ്ത്രീക്ക് ഒന്നിനും താല്പര്യമില്ലാത്ത ഒരു ഭർത്താവിനെയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ്. അവൻ ഒരു ഭർത്താവായിരിക്കേണ്ടതുപോലെ ആകുന്നില്ല. അവൾ എല്ലാ കാര്യങ്ങൾക്കും, അതായത് ശരിയായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കീഴ്പ്പെടുക മാത്രമാണ് വേണ്ടത്, വിധേയപ്പെടുക മാത്രമാണ് വേണ്ടത്. ഇവിടെ കീഴടങ്ങുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേതൃത്വം എടുക്കുവാൻ, മുൻകൈ എടുക്കുവാൻ ഭർത്താവിനെ അനുവദിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ്. ഇവിടെ പറയുന്നു ക്രിസ്തു സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു എന്ന്. ഏത് വിധത്തിൽ? ഇതൊരു സ്നേഹബന്ധമാണ്, ഒരു ക്രമം, ഒരു ഘടനയ്ക്ക് വേണ്ടിയാണ് ഭർത്താവ് തലയായിരിക്കേണ്ടത്. അങ്ങനെ നായകത്വം കൊടുത്തിരിക്കുന്ന 4 വ്യത്യസ്ത ബന്ധങ്ങൾ എഫേസ്യ ലേഖനത്തിലെ ഈ ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ്. ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർ കീഴ്പ്പെടണം,
ഭർത്താക്കന്മാർ ക്രിസ്തുവിന് കീഴ്പ്പെടണം, മക്കൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെടണം, ദാസന്മാർ യജമാന്മാർക്ക് കീഴ്പ്പെടണം. ഇവിടെ ശാന്തമായ, സൗമ്യമായ, മധുരമായ വിധേയപ്പെടലിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് സ്വമേധായുള്ള മനഃപൂർവ്വമായുള്ള കീഴടങ്ങൽ, വിധേയപ്പെടൽ, അപ്രകാരത്തിലുള്ള ഒരു ബന്ധമായിരിക്കണം അത്. ഈ ബന്ധത്തിൽ സ്നേഹമില്ല എങ്കിൽ കീഴ്പ്പെടുന്നതിന് പുൽക്കൊടിയുടെ വില പോലുമില്ല. ഇന്ന് അനേകം ബന്ധങ്ങളിലും സ്നേഹത്തിൻ്റെ കണിക പോലുമില്ല. പിന്നെ ആർക്കാണ്ട് വേണ്ടിയൊക്കെ ജീവിച്ചു പോകുന്നു, അത്രമാത്രം. ചത്ത ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതാണ്. എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ബന്ധങ്ങൾ ചത്ത ബന്ധങ്ങളാണോ? ആത്മാർത്ഥ സ്നേഹം ഇല്ലാതെയുള്ള ബന്ധപ്പെടൽ മാത്രം. ക്രിസ്തുവിനോട് ഇതുവരെ ബന്ധപ്പെടുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് താങ്കളുടെ മനുഷ്യബന്ധങ്ങൾ നിർജീവമായിരിക്കുന്നതിൻ്റെ കാരണം. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ചിലരെങ്കിലും പറഞ്ഞേക്കാം, ഷേടാ ഈ പാർട്ടിയെ കൊള്ളാമല്ലോ, ഞങ്ങൾ ചിന്തിച്ച് ഇയാൾ ഒരു മാന്യനാണെന്ന്, ഇപ്പോൾ ആൾ ആദർശവാദിയും ശൃംഗാരിയുമാണെന്ന് തോന്നുന്നല്ലോ. അതേ സുഹൃത്തെ, ഒരു ദൈവഭക്തൻ ആദർശവാദി തന്നെ ആയിരിക്കും, അല്ലെന്ന് കാണിക്കുവാൻ ശ്രമിക്കുന്നതാണ് കപടഭക്തി. അങ്ങനെ ചിന്തിക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതം നരകതുല്യമാകുകയും ചെയ്യുന്നു. എന്നാൽ ഏദൻ തോട്ടത്തിൽ ദൈവം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചത് വികാര തീവ്രതയോടെയാണ്. ഈ ബന്ധം മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷം സംഭവിച്ചതാണെന്നും അതുകൊണ്ട് പാപമയമാണെന്നുമൊക്കെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊരു പവിത്രമായ ബന്ധമാകുന്നു. ദൈവം ഏദനിൽ ആരംഭിച്ചു കൊടുത്തതാണ്. തനിക്ക് ആരെയെങ്കിലും വേണമെന്ന് ആദാമിന് തോന്നുന്നത് വരെ ദൈവം ഹവ്വായെ അവന് നൽകിയില്ല. അവളെ ഒരു തുണയായിട്ടാണ് ദൈവം ആദാമിന് നൽകിയത്. ഒരു തുണ ഒരു പുരുഷൻ്റെ മറ്റേ പകുതിയാണ്. ഒരു ഭാര്യയില്ലാതെ ഒരു പുരുഷൻ പകുതി മനുഷ്യൻ മാത്രമാണെന്ന് ഞാൻ പറയും. ഏതായാലും എൻ്റെ പകുതിയെ എങ്ങനെ കാണണമെന്നും എങ്ങനെ നോക്കണമെന്നുമൊക്കെ എന്നോടാരും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എന്നാൽ അങ്ങനെ കാണാനും നോക്കാനും പലർക്കും അറിയില്ല എന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ദൈവം പുരുഷനെയും സ്ത്രീയെയും ഒരുമിച്ചാക്കി, അവരെ ഒന്നാക്കി, ഒരു ദേഹമാക്കി. പലരും ഒന്നാകാത്തതിന് കാരണം പല സ്വാധീനങ്ങൾ കൊണ്ടാണ് അവർ തൻ്റെ ഭാര്യ എന്ന പെൺകുട്ടിയെ സ്വന്തമാക്കിയത്. ഞാൻ ഉദ്ദേശിച്ച് ചിലർ പണത്തിൻ്റെ സ്വാധീനം കൊണ്ട്, മറ്റു ചിലർ സൗന്ദര്യത്തിൻ്റെ സ്വാധീനം കൊണ്ട്, പിന്നെ ചിലർ വിദ്യാഭ്യാസത്തിൻ്റെയും ജോലിയുടെയും കുടുംബത്തിൻ്റെയും ഇതിനേക്കാളൊക്കെ ഉപരി മറ്റുള്ളവരുടെ സ്വാധീനം കൊണ്ട് വിവാഹം കഴിച്ചവരുമുണ്ട്. മണ്ടത്തരം. ഇങ്ങനെ സ്വാധീനിക്കപ്പെട്ടവർ പലപ്പോഴും ഒരു ദേഹമാകാതിരിക്കുന്നു എന്നത് സ്വാഭാവികമാണ്. ആകെ താളം തെറ്റിയ കുടുംബജീവിതം കഴിക്കുന്നവരാണിവർ. പല പെൺകുട്ടികളും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ മുഖമോ എൻ്റെ ആകൃതിയോ അത്ര മനോഹരമല്ല, മറ്റുള്ളവരെ ആകർഷിക്കുവാൻ തക്കവണ്ണം എനിക്കൊന്നുമില്ല. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ യുവതി, എല്ലാ പുരുഷന്മാരെയും നീ ആകർഷിക്കണമെന്ന് ദൈവം എങ്ങും പറഞ്ഞിട്ടില്ല. അത് മൃഗങ്ങൾ മാത്രമേ ചെയ്യൂ. പലരും മൃഗങ്ങളെക്കാൾ കഷ്ടമായതിനാലാണ് അങ്ങനെ ജീവിക്കുന്നത്. എന്നാൽ 99 പേർ നിന്നെ കണ്ടു കഴിയുമ്പോൾ സ്നേഹിക്കുവാൻ കഴിയാതെ പോയെന്നിരിക്കും. എന്നാൽ ഒരു ദിവസം നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന ഒരു പുരുഷൻ വരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കാത്തിരിക്കുവാനും തയ്യാറല്ലാത്തതിനാൽ അനേകരും അബദ്ധത്തിൽ ചെന്ന് ചാടുന്നു. മറ്റാർക്കും നിന്നിൽ ദർശിക്കുവാൻ കഴിയാത്ത സൗന്ദര്യം അവൻ നിന്നിൽ കാണും. ഒരു ദൈവപൈതലിൻ്റെ കുടുംബജീവിതം ഈ ലോകത്തിൽ തന്നെ സ്വർഗം സൃഷ്ടിക്കുന്നതാകണമെന്ന് മറക്കരുത്. കുടുംബത്തെ സംബന്ധിച്ച് പൗലോസ് നൽകുന്ന നിർദ്ദേശങ്ങൾ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ, ക്രിസ്തീയ കുടുംബം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു കണ്ണാടിയാണെന്നാണ്. ക്രിസ്തു സഭയുടെ ശിരസും രക്ഷകനുമാണ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഭർത്താവും ഭാര്യയും തമ്മിൽ എന്ന് മനസ്സിലാകുന്നു. കാരണം ഭർത്താവ് ഭാര്യയുടെ രക്ഷകനല്ല, ഭർത്താവ് ഭാര്യയുടെ ശിരസും സംരക്ഷകനുമാണ്. ശിരസ് എന്ന നിലയിൽ അവൻ സ്നേഹിക്കുന്നു, നിയന്ത്രിക്കുന്നു, നടത്തുന്നു. സംരക്ഷകൻ എന്ന നിലയിൽ സംരക്ഷിക്കുന്നു, കരുതുന്നു, സൂക്ഷിക്കുന്നു. ഒരു നല്ല ഭവനം സമൂഹത്തിൽ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നു. ഒരു നല്ല കുടുംബം തങ്ങൾക്ക് തന്നെയും മറ്റുള്ളവർക്കും പ്രോത്സാഹനമാണ്. എത്ര മനോഹരമായ ചിന്തയല്ലേ? ഇനി നമുക്ക് 25-ാം വാക്യത്തിലേക്ക് വരാം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഭർത്താക്കന്മാരെ,
ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവളെ സ്നേഹിക്കാത്ത, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ സ്നേഹിക്കാത്ത ഒരു പുരുഷനും കീഴ്പ്പെടുവാൻ ദൈവം ഒരു സ്ത്രീയോടും ആവശ്യപ്പെടുന്നില്ല. വീട്ടിൽ പ്രശ്നമുണ്ടാക്കരുത്, നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണിത്. ഇതത്ര ഏറ്റവും ഉയർന്ന നിലയിലുള്ള ക്രിസ്തീയ സ്നേഹം. വിവാഹത്തെക്കുറിച്ചും ലൈംഗികത്വത്തെക്കുറിച്ചും അങ്ങനെയുള്ള മറ്റ് വിഷയങ്ങളെക്കുറിച്ചും കണക്കില്ലാത്തതുപോലെ പുസ്തകങ്ങളുണ്ട്. ഏത് വെബ്സൈറ്റ് തുറന്നാലും എല്ലാ സോഷ്യൽ മീഡിയയിലും അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. അവയിൽ നിന്നും ഇന്നത്തെ യുവജനങ്ങൾ, എന്തിന് യുവജനങ്ങൾ, പ്രായമുള്ളവരും അവരൊക്കെ മനസ്സിലാക്കുന്ന അതിൽ നിന്നാണ്. ഇതിൽ നല്ല പങ്കും വെറും അസംബന്ധങ്ങളാണ്. ഞാൻ അഭിപ്രായം പറഞ്ഞാൽ എന്നെ നിങ്ങൾ വെറും പഴഞ്ചനായി ചിത്രീകരിച്ചു എന്ന് വന്നേക്കാം. വിവാഹത്തിൽ യഥാർത്ഥ സ്നേഹം എന്തെന്നൊരു ദൈവപൈതലിന് മാത്രമേ അറിയുവാൻ സാധിക്കൂ. കാരണം അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള വളരെ ഉന്നതമായ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വേറെ ഒന്നും തന്നെ ഇല്ല സുഹൃത്തെ. 26-ാം വാക്യം അതിൻ്റെ തുടർച്ചയാണല്ലോ. അവിടെ നാം വായിക്കുന്നത്, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും. ഇവിടെ ജലസ്നാനം എന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിഭാഷയാണ്. ജലക്ഷാളനം അല്ലെങ്കിൽ കഴുകൽ എന്നതാണ് ശരിയായ പരിഭാഷ. ക്രിസ്തുവും സഭയെ സ്നേഹിച്ച് തന്നെ നൽകിയതുപോലെ അത് ഭൂതകാല സംഭവമാണ്. ഇനി വർത്തമാനകാലത്തിൽ ദൈവവചനമാകുന്ന ജലത്താൽ ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കുന്നു. ഇനിയും ലോകത്തിൽ പരസ്യം ചെയ്തിട്ടുള്ള ഏതൊരു ശുദ്ധീകരണ വസ്തുവിനേക്കാളും നല്ലതാണ് ദൈവത്തിൻ്റെ വചനം. താങ്കളുടെ ജീവിതത്തിലെ അഴുക്ക് നിറഞ്ഞ സ്ഥലങ്ങളെ അത് വൃത്തിയാക്കുമെന്ന് മാത്രമല്ല, താങ്കളുടെ ജീവിതത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അത് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. 27-ാം വാക്യം ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കണം. അവിടെ പറയുന്നത്, കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഭാവിയിൽ അവൻ സഭയെ കറ, ചുളുക്കമൊന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ സമർപ്പിക്കും. മണവാളിന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന മണവാട്ടിയായി സഭയെ ക്രിസ്തുവിന് സമർപ്പിക്കുന്നത് നാം വെളിപ്പാട് പുസ്തകത്തിൽ പഠിക്കുന്നതാണ്. വിവാഹ ദിവസം എല്ലാ മണവാട്ടിമാരും സുന്ദരിമാരായിരിക്കും. മറ്റെന്നത്തേതിനേക്കാളും സൗന്ദര്യം വിവാഹ ദിവസം അവർക്കുണ്ടായിരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തെല്ലാം മേക്കപ്പ് ഇട്ടാലും അതിനേക്കാൾ ഉപരി അന്ന് നിങ്ങൾ സുന്ദരിയായിരിക്കും. സഭ ക്രിസ്തുവിന് വേണ്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. അവൻ ദൈവവചനത്താൽ സഭയെ കഴുകി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ അർത്ഥം അവൻ ഓരോ വിശ്വാസികളെയും കഴുകി ആ വലിയ സംഭവത്തിനായി ഓരോരുത്തരെയും ഒരുക്കുന്നു എന്നത്രേ. മനോഹരമല്ലേ? നമ്മുടെ ഈ നാളുകളിൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇതാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തു സഭയെ സ്നേഹിച്ചു, അതിനായി തന്നെത്താൻ നൽകി. ദൈവവചനമെന്ന ജലത്താൽ അവൻ സഭയെ ശുദ്ധീകരിക്കുന്നു. ഭാവിയിൽ സകല പാപങ്ങളും നീക്കി തേജസ്സുള്ളൊരു മണവാട്ടിയായി അവൻ സഭയെ അവതരിപ്പിക്കും. തുടർന്ന് സഭ ശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കും. ഞാൻ ഇനി 28 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. അതുകൊണ്ടും ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഈ ഭാഗം വളരെ പ്രസക്തമായ ഒന്നാകുന്നു. എത്ര മനോഹരമാണ്! ഈ രണ്ട് ചിന്താവിഷയത്തിൽ പൗലോസ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് പോലെ തോന്നും. ക്രിസ്തുവും സഭയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഭാര്യയും ഭർത്താവും എന്നതിൽ അവൻ വരുന്നു. അതുകൊണ്ടും ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു എന്ന് നാം വായിച്ചു. വിവാഹ ശുശ്രൂഷയിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ആവശ്യമായിരിക്കുന്നത് അത് കഴിഞ്ഞുള്ള വലിയ വിരുന്നോ ഫോട്ടോഷൂട്ടിങ്ങോ എതിരേൽപ്പോ വീഡിയോ പിടിക്കുന്നതോ പിന്നെ നമ്മുടെ കുറേ പരിപാടികളുണ്ടല്ലോ, അതൊന്നുമല്ല.
പിന്നെയോ അവർ രണ്ടുപേരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമെന്നതത്രേ. നോക്കണേ, പലർക്കും വിവാഹത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ ജഡീകമായതിനാൽ അശുദ്ധമാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അന്ന് ചിന്തിക്കുവാൻ പോലും പാടില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. അങ്ങനെ ദൈവത്താൽ കൂട്ടിയോജിപ്പിക്കാത്തതിനാൽ ഈ അപസ്വരങ്ങളൊക്കെ ഉണ്ടാകുന്നു കുടുംബത്തിൽ. അതെ, വിവാഹ ദിവസവും വധുവും വരനും പരിശുദ്ധാത്മ നിറവിലായിരുന്നാൽ മറ്റേതൊരു ദമ്പതികൾക്കുണ്ടായിരുന്നതിനേക്കാൾ നല്ല ആദ്യരാത്രിയും ആസ്വാദ്യകരമായ മധുവിധവും ഈ പ്രിയപ്പെട്ടവരുടേതായിരിക്കും. സെക്സിനെക്കുറിച്ചും വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന പച്ചപ്പരിഷ്കാരികളെന്ന് അഭിമാനിക്കുന്ന അപരിഷ്കൃതർക്ക് വാസ്തവത്തിൽ സ്നേഹം എന്താണെന്ന് പോലും അറിയില്ല. മൃഗങ്ങൾക്കുമുണ്ടല്ലോ സ്നേഹപ്രകടനങ്ങൾ. അതിൽ കൂടുതലായി പലരും ഈ പറയുന്ന ബന്ധങ്ങളെ കാണുന്നില്ല. അവർക്ക് ലൈംഗികത്വത്തെക്കുറിച്ച് കുറേ അറിയാം, എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്തീയ വിവാഹത്തിൻ്റെ മാധുര്യമോ മനോഹാരിതയോ നിർവൃതിയോ എന്തെന്ന് ഈ പാവങ്ങൾക്ക് ഒട്ടും അറിയില്ല. ഇത് യാഥാർത്ഥ്യം മാത്രം. ഇതൊക്കെ ആസ്വദിക്കുവാൻ ദൈവം തന്നിട്ടുള്ളതാണ് പ്രിയമുള്ളവരെ. എന്നാൽ അതൊക്കെ വികൃതമാക്കി മനുഷ്യർ ഇതിൻ്റെ സകലവും നഷ്ടപ്പെടുത്തി. ദൈവം തന്നിട്ടുള്ള ഏതൊരു നല്ല കാര്യവും മനുഷ്യൻ നശിപ്പിക്കുകയാണല്ലോ പതിവ്. ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് ഇവിടെ വായിച്ചു. കാരണം വിവാഹബന്ധം ഭാര്യയെ അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ ഒരു ഭാഗമാക്കി തീർക്കുന്നു. സഭ ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തു ആ ശരീരത്തിൻ്റെ തലയും ആകുന്നു എന്നതുപോലെയാണ് ഈ ബന്ധം. ഈ അടിസ്ഥാനത്തിൽ ഭർത്താവ് ഭാര്യയുടെ തലയാകും. തൻ്റെ സ്വന്തം ശരീരത്തെ പകയ്ക്കുക എന്നത് സുബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും സാധിക്കില്ല. അതുകൊണ്ട് ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം, കാരണം അവൾ അവൻ്റെ സ്വന്തം ശരീരമാകുന്നു. സഭയുടെ ബലഹീനത അറിയുന്ന ക്രിസ്തു അവളെ പോഷിപ്പിക്കുകയും പരിലാളിക്കുകയും ചെയ്യുന്നു. ഭർത്താക്കന്മാരും അതുതന്നെ ചെയ്യേണ്ടതുണ്ട്. 31 വാക്യം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നിന്നുള്ളൊരു ഉദ്ധരണിയാകുന്നു. ഏദനിൽ ആദാമും ഹവ്വായും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെയാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ആദ്യ ദമ്പതിമാർ ഭാവിയിൽ ക്രിസ്തുവും സഭയും മണവാളനും മണവാട്ടിയും ആകുവാൻ പോകുന്നതിൻ്റെ ഒരു ചിത്രമാണ്. ഹവ്വ ആദാമിനൊരു തുണയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവളെ അവൻ്റെ വശത്തു നിന്നുമാണ് എടുത്തത്, അല്ലാതെ മൃഗങ്ങളെ ഉണ്ടാക്കിയതുപോലെ നിലത്തു നിന്നും രൂപപ്പെടുത്തുകയായിരുന്നില്ല. ആദാം ഹവ്വായുമായി ചേർന്ന് വരുന്നത് വരെ അവൻ അപൂർണനായിരുന്നു. ദൈവം അവൾക്ക് രൂപം നൽകി. ഞാൻ ചിന്തിക്കുന്നത് ദൈവം അവളെ ആദാമിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അതുവരെ സൃഷ്ടിച്ചതിലേക്കും ഏറ്റവും മനോഹരമായത് അവളായിരുന്നു എന്നത്രേ. അവൾ ആദാമിനൊരു തുണയായിരുന്നു. അവനിലുള്ള കുറവ് അവൾ നികത്തി. അവൾ അവനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവളായിരുന്നു. അവർ അങ്ങനെ ഒന്നായി. അവൾ അവനിൽ നിന്നും എടുത്തതായിരുന്നു. ദാമ്പത്യ ജീവിതത്തിൻ്റെ ഈ ഉന്നതമായ മാതൃക ഇന്ന് വികൃതമാക്കിയിരിക്കുകയാണ്. ഇത്ര പവിത്രമായ മറ്റൊരു ബന്ധമില്ല പ്രിയമുള്ളവരെ. എങ്ങനെയെങ്കിലും അംഗീകരിക്കുകയല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ബാഹ്യമായ നിർബന്ധം കൊണ്ടുണ്ടാകുന്ന ഒരു ബന്ധമല്ല, പിന്നെയോ ദൈവം കൂട്ടിയോജിപ്പിക്കുന്ന അനുഭവം. ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ അന്യോന്യം ആകൃഷ്ടരായോ ഇല്ലയോ എന്നുള്ളതാണ്. അതെ, ആദ്യം കാണുമ്പോൾ രണ്ടുപേരിലും ആരംഭിക്കുന്ന സ്നേഹം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു സ്നേഹം രണ്ടുപേരിൽ ആർക്കെങ്കിലും ഉണ്ടാകാതിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ബാഹ്യമായ ഒരു പ്രേരണ കൊണ്ടുണ്ടാകുന്ന താല്പര്യം മാത്രമാണെങ്കിൽ ആ ബന്ധത്തിന് വേണ്ടി സമ്മതിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയട്ടെ. ദൈവമക്കൾ ഈ ബന്ധം വളരെ ഉയർന്ന ഒരവസ്ഥയിൽ കാത്തു സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ടുള്ള വിശ്വാസികൾക്ക് ദൈവമാണ് ഇപ്രകാരമുള്ള സ്നേഹം നൽകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ യുവതി യുവാക്കന്മാരോട് ഞാൻ പറയട്ടെ, ദൈവം താങ്കൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലതല്ലാതെ മറ്റൊന്നും അംഗീകരിക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അവിടുന്ന് നമ്മുടെ ഏറ്റവും നല്ലത് ആഗ്രഹിക്കുന്ന ദൈവമാണ്. നാം പലപ്പോഴും 2-ാം കിട കൊണ്ടും 3-ാം കിട കൊണ്ടും ഒക്കെ തൃപ്തരായി കഴിഞ്ഞുകൂടാറുണ്ട്. ഒറ്റ ആയുസ്സുള്ളത് വെറും നരകമാക്കി നശിപ്പിക്കരുത്. ഇതിൻ്റെ യഥാർത്ഥ പ്രയോജനം എടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ഒടുവിലത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു.
എന്നാൽ എന്ന് പറയുമ്പോൾ അത് നമ്മെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നു. വിവാഹത്തിൻ്റെ പ്രായോഗികമായ ഭാഗം ഇതത്രേ. ഈ മഹത്വമേറിയ ഉന്നതമായ ബന്ധത്തെ പാപം എത്രമാത്രം വികൃതമാക്കി. അതെ, പാപം എല്ലാം വികൃതമാക്കി. എന്നാൽ ഈ ബന്ധം ഏറ്റവും മനോഹരമായി സൂക്ഷിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ സാധിക്കൂ. പലരും ആശ്ചര്യപ്പെടുന്നുണ്ടാകും, കുടുംബജീവിതം നയിക്കുവാനും ആത്മനിറവ് വേണോ എന്ന്. പരിശുദ്ധാത്മാവിൽ നിറയാത്ത താങ്കളുടെ കുടുംബജീവിതം അശുദ്ധാത്മാക്കളെ കൊണ്ട് നിറഞ്ഞതായിരിക്കും. എനിക്ക് ആരാധനയ്ക്ക് പോകുമ്പോഴും കൂട്ടായ്മയ്ക്ക് പോകുമ്പോഴും ഒക്കെ മാത്രമേ ആത്മനിറവുള്ളൂ, വീട്ടിൽ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല, എനിക്കെൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ അംഗീകരിക്കുവാൻ വലിയ പ്രയാസമാണ്, പിന്നെ പിള്ളേരെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു പോകുന്നു എന്ന് പറയുന്ന താങ്കൾ ദൈവവചനപ്രകാരം ആത്മനിറവിൻ്റെ ഒരു ജീവിതം നയിക്കുകയാകുന്നുവെങ്കിൽ താങ്കളുടെ അവസ്ഥ ഇന്ന് തന്നെ മാറും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പൗലോസ് തൻ്റെ വായനക്കാരെ ഒരു സാധാരണ ഭവനത്തിലെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഒരു ഭാര്യ എപ്രകാരമുള്ള ഭർത്താവിനാണ് തന്നെ തന്നെ കീഴ്പ്പെടുത്തേണ്ടത് എന്നത്ര ഇത് കാണിക്കുന്നത്. ഭാര്യയും ഭർത്താവും ഭവനത്തിൽ ഇനിയും വരുവാനുള്ള തേജസ്സിൻ്റെ മർമ്മത്തിൻ്റെ ഒരു മാതൃകയായിട്ട് വേണം ജീവിക്കുവാൻ. അതവർ ലോകത്തെ വിളിച്ചറിയിക്കണം. വളരെ ഉന്നതമായ ആശയത്തിൻ്റെ വളരെ പ്രാവർത്തികമായ വശമാണ് നാം ഇവിടെ കാണുന്നത്. അവൻ ദാമ്പത്യ ജീവിതത്തിലെ അനുഭൂതികളെ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ആത്മനിറവിലുള്ള ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. നമ്മുടെ ബന്ധങ്ങളിൽ അത് പ്രതിഫലിക്കുവാനിടയായിത്തീരണം. എത്ര ലളിതമായിട്ടാകുന്നു ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഭാര്യ ഭർത്തൃബന്ധവും ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധവും തമ്മിലുള്ളൊരു താരതമ്യ പഠനമാണ് അപ്പോസ്തലൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ആത്മനിറവിലുള്ള ജീവിതമാണ് സ്വർഗീയ ജീവിതം. ദൈവം നമ്മളെ വിളിക്കുന്നത് ആ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ചെവി കൊടുക്കാം, അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.